ഇപ്പോഴാണ് ഇത് കറക്റ്റ് പാട്ടായത്. അവിടെ നിന്ന് ഇവിടം വരെ എത്തിയപ്പോഴത്തേക്കും നല്ല കാറ്റായിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോ നാറ്റക്കാറ്റായി. അതോടെ ഇത് തെമ്മാടി കാറ്റുമായി. എന്റെ ദൈവമേ, എത്ര ദിവസമായി ഇത് സഹിച്ച് ഇവിടെ നിൽക്കുന്നു. ഒരു പഞ്ചായത്തിൽ നിന്ന് എന്ന് ഇവിടെ വേസ്റ്റ് ഇടരുതെന്ന് ഒരു ബോർഡ് കൊണ്ട് വെച്ചോ, അതിന്റെ തൊട്ട് അടുത്ത ദിവസം മുതല് ചവറിട്ട് 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 ബോർഡ് മറച്ചിട്ട് ചവറിട്ട് ദിവസമില്ലാതിരിക്കുന്നു. കടയിൽ എന്തുമാത്രം ആൾക്കാർ വന്നോണ്ടിരുന്നേന്ന് അറിയാമോ ചേച്ചി? ഇപ്പൊ ഒരു നാരങ്ങ വെള്ളം കുടിക്കാൻ പോലും ഒരാൾ ഇങ്ങോട്ട് വരുന്നില്ല. എന്തൊരു നാറ്റം എന്ന് പറയൂ, സഹിക്കാൻ വയ്യെന്ന്. അല്ലെ പറഞ്ഞിട്ട് കാര്യമില്ല, കാറിലൊക്കെ വന്നാണ് ഇപ്പൊ വേസ്റ്റ് ഇട്ടിട്ട് പോണത്. ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ആളുണ്ടായിരുന്നു, എന്റെ കെട്ടിയോൻ. എന്നിട്ട് എന്തായി? എന്ന 4 കാലിലല്ലേ വരണത്. ഇന്ന് ഏത് പേക്കൂത്തിൽ വരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതാണ് ഞാൻ ഇരിക്കണത്. ദാ വരുന്നുണ്ട്. ഇന്നലെ ഞാൻ ഈ വഴിയിൽ ആട് ആട് ആടാട് ആലിനമേൽ പള്ളിക്കൊള്ളും ആടവന് നീ ആടാട് ആടാട്. ഒന്നുകിൽ പാട്ടാടണം, അല്ലെങ്കിൽ നിങ്ങൾ ആടണം. രണ്ടുപേരുടെയും കൂടെ ആട്ട് ഇവിടെ സഹിക്കാൻ പറ്റൂല എനിക്ക്. ഞാനാണ് ആടിയത്. ഇപ്പം ഞാനാണ് ആടിയത്. നീ അങ്ങനെ അടുത്ത് വർത്തമാനം പറയരുത്. നീ ഒരു കാര്യം മനസ്സിലാക്കണം. ക്ലബില് മലയാള സിനിമയിലെ പാട്ട് മത്സരത്തിന് 1ാം സമ്മാനം മേടിച്ചോണ്ട് വന്ന ആളാണ് ഞാൻ. എന്തോന്ന് പാട്ട് മത്സരം? ഹരിമുരളീരവും പാട്ടൊക്കെ പാടിയിട്ട് സമ്മാനം മേടിച്ചത്. അല്ല, ഹിറ്റില്ലേ മധുമൊഴി രാധേ നിന്നെ തേടി. ശ്വാസ് എത്ര മിനിറ്റ് പാടിയ പാട്ട്? 1 മിനിറ്റ് ശ്വാസം പിടിച്ച്. ഞാൻ 5 മിനിറ്റ് പാടി ശ്വാസം. 5 മിനിറ്റൊക്കെ ശ്വാസം പിന്നെ അതെങ്ങനെ പാടി? ഈ വേസ്റ്റ് എടുത്ത് ശ്വാസം പിടിച്ച് നിൽക്കുന്നില്ലേ, പിന്നെ 5 മിനിറ്റ് എനിക്ക് അവിടെ നിൽക്കാൻ പറഞ്ഞു. അപ്പൊ നീ ഒരു കാര്യം മനസ്സിലാക്കാൻ സംസാരിക്കുക. പിന്നെ എനിക്ക് സമ്മാനം കിട്ടി. നിങ്ങൾക്ക് എന്തോന്ന് സമ്മാനം കിട്ടി? പാട്ട് പാട്ട് എനിക്ക് സമ്മാനം കിട്ടി. എന്ത് സമ്മാനം കിട്ടിയെന്ന്? സോപ്പ് പൊട്ടി. ഇത് നിങ്ങൾക്ക് സമ്മാനം കിട്ടിയതാ? അയ്യോ, ഇതിപ്പോ വേസ്റ്റ് ആയല്ലോ. എന്താടി കുളിക്കാത്ത നിങ്ങൾക്ക് എന്തിനു സോപ്പ്? മടക്കാടിക്കും. അല്ല, നിങ്ങളെ മെമ്പറിനെ വിളിക്കാൻ പോയിട്ട് മെമ്പറിനെ കൊണ്ടുവന്ന ഇവിടെ. നിങ്ങൾ ഈ വേസ്റ്റ് എടുക്കാൻ മെമ്പറിനെ വിളിക്കാനല്ലേ പോയത്? ആ വേസ്റ്റിനെ കണ്ടു കിട്ടിയിട്ട് വേണ്ടേ ഈ വേസ്റ്റിന്റെ കാര്യം ആ വേസ്റ്റിനോട് പറയാൻ? കണ്ടിട്ടില്ല, ഞാൻ ചെയ്യാൻ പറ്റും. എനിക്ക് അറിഞ്ഞൂടാ എന്ത് പറയുന്നു പറഞ്ഞ്. അതെ, ഒരു കാര്യം ചെയ്യും. ഈ സാധനം എടുത്ത് നീ അങ്ങോട്ട് വെച്ച്. ഇതെന്തോ അത്? നമ്മുടെ ഫ്ലാറ്റിലെ ടോമിച്ചേട്ടല്ലേ, അപ്പൊ നീ അങ്ങോട്ട് പോവല്ലേ, വീട്ടിലേക്ക് കൊണ്ടുപോക്കണം തന്നു. ആണോ? പിന്നെ ടോണിച്ചേട്ടൻ കൊണ്ടുവന്നതാ? പിന്നെ നോക്കട്ടെ എന്തെങ്കിലും സമ്മാനം. ഓ, മാങ്ങാണ്ടി അവര് തിന്ന മാങ്ങയെല്ലാം പുഴുത്ത് അറച്ചിരിക്കുന്നു. അത് കയ്യിൽ വെച്ചോണ്ടിരിക്കാതെ കൊണ്ട് കള മനുഷ്യ. അപ്പൊ ടോമിച്ചേട്ടൻ മാങ്ങാടി കൂട്ടായാണ് വിട്ടല്ലേ? മാങ്ങാടി കൂട്ടായിട്ടാണ് ടോമിച്ചേട്ടൻ വിട്ടു. നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ട് കളയുന്നുണ്ടോ? അവിടെ കളയരുത്, അവിടെ കളയരുത്. അവിടെ കളഞ്ഞ നിങ്ങൾ മറ്റുള്ളവരും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാ? ഇത് പൂന്തോട്ടല്ലേ, ഇത് ഇവിടെ കളയായിരിക്കും. കളയരുത്, കളയരുത്, നിങ്ങൾ കളയരുത്. തിരിച്ചു പോകൂ, ഒന്ന് പോകൂ വരാളേ ശബരമേ മോഹം സോറി. ആര് വേസ്റ്റ് ഇട്ടാലും ഞാൻ അപ്പൊ തന്നെ വീഡിയോ എടുക്കും. അത് അപ്പൊ തന്നെ ഞാൻ ഫേസ്ബുക്കിൽ ഇടും. കാരണം ലോകത്തിൽ ആദ്യമായി ഒരു മാങ്ങാണ്ടി കാരണം 25,000 പോയ ഒരു ഹതഭാഗ്യമാണ് ഞാൻ. രൂപ 25,000 രൂപ ഞാൻ പാട്ടുപാടി തൊണ്ട പൊട്ടിപ്പാടി ഉണ്ടാക്കി 25,000 രൂപയാണ് ഒരു മാങ്ങാണ്ടി കൊണ്ട് കളഞ്ഞത്. സാറേ, ഒരു കാര്യം പറയാൻ. പിന്നെ നമ്മുടെ ഉത്സവത്തില്ലേ സാർ വേണ്ടി നമ്മൾ പാട്ട് പാടിയില്ലല്ലോ. 1-ാം കിളി 2-ാം കിളി വന്നാൽ പാടിയോ? ആ പാട്ട് പാടിയില്ല. ആ പാട്ട് ഞാൻ പാടുമായിരുന്നു, പക്ഷെ ഇനി പാടില്ല. ആ പാട്ടിൽ വേറൊരു വരിയുണ്ട്, കിളിച്ചുണ്ടൻ മാമ്പഴമേ. ആ ഒരു മാങ്ങാണ്ടിയാണ് എന്റെ 25,000 രൂപ കളഞ്ഞത്. പക്ഷെ വേറെ കാര്യം, 25,000 പോയെങ്കിൽ എന്ത്? മാലിന്യമുക്ത നവകേരളത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് ഇപ്പൊ ഞാൻ. 25,000 പോയെന്ത് അംബാസിഡർ ആയില്ലേ? അപ്പൊ വേസ്റ്റ് കൊണ്ട് കളയുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, തിരിച്ചു പോകൂ, ഒന്ന് പോകൂ ഓ മലാളേ
അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് വീട്ടിൽ കൊണ്ടുവന്ന് കുഴിച്ചിടാം, കുറച്ച് മാവെങ്കിലും കിട്ടുമല്ലോ. കുറച്ച് പൈസ നീ കച്ചവടം പൊടി പഠിക്കല്ലേ? കച്ചവടം പൊടി പിടിക്കണല്ലോ, ഇവിടെ പൊടി പിടിച്ചിരിക്കുവാണ്. കുറച്ച് ഈച്ചയും കൂടെ പിടിക്കുന്നുണ്ട്, വേണോ? വേണ്ട. ആ എടേ 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 താലി കെട്ട് കഴിഞ്ഞിട്ട് ചോറ് കഴിക്കാം. എന്തിനും നമ്മൾ അവരെ കൂടെ എന്നൊരു ഫോട്ടോ എടുക്കുന്നു, എന്നിട്ട് നമ്മൾ പിരിയുന്നു. എടാ നമ്മളെ ടീംസ് എല്ലാം ഉണ്ട്, ബൈജുനെയൊക്കെ വിളിച്ചിട്ടുണ്ട്. ആ ഗിഫ്റ്റ് ഒക്കെ ഞാൻ മേടിച്ചു. എടാ ഞാൻ ആ ഓഡിറ്റോറിയത്തിന്റെ ഒരു 100 മീറ്റർ പുറത്ത് ഒരു കടയിലുണ്ട്. നിങ്ങൾ എത്ര നേരത്തെ വിളിച്ചാൽ ഞാൻ ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട് കേട്ടാ. ഓ ശരിടാ. ചേച്ചി ഓ ഒരു നാരങ്ങ വെള്ളം. എന്താ ചോദിച്ചേ? നാരങ്ങ വെള്ളം. എന്റെ കണ്ണ് നിറഞ്ഞു പോയി ചേട്ടാ. എന്റെ കെട്ടിറങ്ങി പോയി മോളെ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ചേച്ചി? ഇല്ല, ഒരു പ്രശ്നമില്ല. ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാം. എന്താ വെച്ചാൽ ഇവിടെ ഈ വേസ്റ്റ് ഒക്കെ കൊണ്ടിടാൻ തുടങ്ങിയതിന് ശേഷം ആരും അങ്ങനെ വരാറില്ല, അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാം. പൗരബോധമില്ലാത്ത ചെറുപ്പക്കാർ, ഈ മനുഷ്യർക്ക് ബോധമില്ലേ? ഈ നാട്ടിൽ ഇങ്ങനെ വേസ്റ്റ് കൊണ്ടിട്ട് മാരക രോഗങ്ങൾ കടന്നു പിടിക്കില്ലേ? ഇവന്മാരൊക്കെ മുക്കാല് കെട്ടിട്ടടിക്കണേ വേസ്റ്റ് കൊണ്ട് കളയുന്നവന്മാരൊക്കെ. എന്ത് ചെയ്യും ഇങ്ങനെ ആയി കഴിഞ്ഞാൽ? ഒരു ബോധമില്ല. ഹലോ, അടുത്ത നാറ്റം. പൊന്നു ചേട്ടാ, എവിടെ പോകുന്നു സുഹൃത്തേ? ഞാനിപ്പോ എവിടെ പോകുന്നതാണോ നിങ്ങളുടെ വിഷയം? അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ പ്രശ്നങ്ങളെല്ലാം തീരുവോ? ഞാനൊരു കല്യാണത്തിന് പോകും. എന്താ പേര്? എന്റെ പേരറിയലാണോ ഇവിടെ വിഷയം? ഞാനൊരു കല്യാണത്തിന് വന്ന് ഇവിടെ ഒരു നാരങ്ങ വെള്ളം കുടിക്കാനായിട്ട് വന്നപ്പോ എന്റെ പേരറിഞ്ഞാലേ നിങ്ങളെ പ്രശ്നങ്ങൾ തീരുവോ? ജാസി. അപ്പൊ ഗിഫ്റ്റ് ആണോ അത്? അല്ലെ, എന്ത് ജോലി? ഞാൻ നിങ്ങളുടെ കുറെ നേരം മുന്നേ അപരിചിതരോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. പ്ലംബിംഗ്. ഇങ്ങനെ മനുഷ്യരുണ്ട് ലോകത്ത്. ചേട്ടാ താങ്ക് യു. ഒന്നും തോന്നരുതേ, ഇത് എന്റെ ഹസ്ബൻഡാണ്. ആളിച്ചിരി വെള്ളമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. അയ്യോ, ഭർത്താവായിരുന്നു. അതെ. ഞാൻ വിചാരിച്ചു വല്ല അലമ്പ് ടീമും അല്ല. സോറി ചേട്ടാ. ചേട്ടാ പേര് പറഞ്ഞില്ല. അയ്യോ ഇതിലാ എന്റെ പേര് വയ്ക്കാൻ വഴിപോക്കൻ പേര് വയ്ക്കാൻ പറ്റില്ല. എന്റെ പേര് രാജൻ. ചേട്ടാ ചേട്ടാ എന്തുവാ നിങ്ങള്? പിന്നെന്താ ഇങ്ങനെ അവനെങ്കിലും വന്ന് നാരങ്ങ വെള്ളം കുടിക്കാൻ നിങ്ങളുമായിട്ട് അതൊന്ന് കളയല്ലേ? വാ, ആരെ പഠിത്തു നോക്കി പതി മെമ്പർ അങ്ങനെ വിട്ടാ ഒളിച്ചു പോയതല്ല. ഞാൻ ഫോണിങ്ങനെ വിളിച്ചത് പോയപ്പോഴത്തേക്ക് ഇവിടുന്ന് പോയിട്ട് എത്ര നാളായി? ഈ വേസ്റ്റിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കാന്ന് പറഞ്ഞു തന്നെ പറഞ്ഞതാണോ? എങ്ങോട്ട് പോയി? കൊണ്ടുപോയില്ലേ ഇവര്? അയ്യോ പഞ്ചായത്തിൽ വിളിച്ച് പറഞ്ഞ കൊണ്ടുപോയില്ലേ ഇവര്? ഇവിടുന്ന് ജയിച്ചിട്ട് പോയപ്പോഴേ എന്തോ പറഞ്ഞത്? ആദ്യം ഈ കിടക്കുന്ന വേസ്റ്റ് മാറ്റാൻ നിന്നെ പറഞ്ഞത്. വേസ്റ്റ് മാറ്റാം. ഞങ്ങളെ പാർട്ടിയുടെ ഏറ്റവും വലിയ അജണ്ട എന്താണ്? മാലിന്യമുക്ത കേരളം. എങ്ങനെ മാലിന്യമുക്ത കേരളം? അതൊക്കെ പണ്ട്. ഇപ്പൊ മാലിന്യം ഇട്ടിട്ട് മാലിന്യം മൊത്തം കേരളം. ഇതാരാണ്? അത് നാരങ്ങ വെള്ളം കുടിക്കണമെന്ന്. ആരാണ്? കല്യാണത്തിന് വന്നെങ്കിൽ. കല്യാണത്തിന് വന്നല്ലേ? ഈ പഞ്ചായത്തിലെ കാര്യം നോക്കാൻ എനിക്കറിയാം കേട്ടാ. ഞാൻ കേരളത്തിലുള്ള കൂടെ സംസാരിക്കും. അവൻ പറഞ്ഞാൽ എന്തോ തെറ്റുള്ളത്? അവൻ പറഞ്ഞുള്ള കാര്യമല്ലേ? ഞാൻ പറയുന്ന കാര്യം മനസ്സിലാക്ക്. ഈ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ സാധാ വേസ്റ്റ് അല്ല കേട്ടോ. ചില കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് നിങ്ങൾ ജപ്പാനെ ഒന്ന് എടുത്തു നോക്കൂ. ജപ്പാൻ നിങ്ങൾ എടുത്തിട്ട് എനിക്കും തന്നെ. ഞാൻ ഇതുവരെ ജപ്പാൻ എടുത്തില്ല. അതല്ല ഞാൻ പറഞ്ഞത്. വിദേശ രാജ്യങ്ങളെ നിങ്ങൾ എടുത്തു നോക്കൂ. അങ്ങനെ ഭൂമി എടുത്തപ്പോ അതിലെല്ലാ രാജ്യങ്ങളും അതല്ല ഞാൻ പറഞ്ഞത്. പിന്നെന്താ? ഈ ഓരോ രാജ്യങ്ങളിൽ ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ വേസ്റ്റിൽ നിന്ന് ചൈനയിൽ വേസ്റ്റിൽ നിന്നും കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, കളിക്കോപ്പുകൾ വരെ ഉണ്ടാക്കുന്നുണ്ട്. മെമ്പർ ഇങ്ങോട്ട് വാ, എന്നിട്ട് ഈ വേസ്റ്റിന്റെ ഇടയിൽ കയറി എന്തെങ്കിലും ഒരു കോപ്പെങ്കിലും ഉണ്ടാക്കും. പറഞ്ഞേ ഉള്ളൂ. നമുക്കൊരു പറയണ്ട. പിന്നെ ഞാൻ പഞ്ചായത്തിൽ വിളിച്ച് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാരെ കൊണ്ടുവന്നിട്ട് വേസ്റ്റ് എടുത്തോണ്ട് പോവാം. അത് വേണ്ട. മെമ്പർ ഇവിടെ ഇരുന്നിട്ട് പഞ്ചായത്തിലോട്ട് വിളിച്ച് ആൾക്കാരെടുത്ത് വന്ന് എടുത്തോണ്ട് പോകാൻ പറഞ്ഞാൽ മതി. അല്ലാതെ നിങ്ങൾ ഇതാകണം. എടാ ഞാൻ ലൊക്കേഷൻ ഇട്ട് തന്നെയല്ലേടാ. എടാ അതാ വഴി തെറ്റിയെന്ന്. അവിടെ നില്ല. ഞാൻ വരാം. ഞാൻ റോഡിലോട്ട് ഇറങ്ങിക്കാം. ഞാൻ ഒരു കാര്യം പറയാം. മെമ്പർ ഇന്ന് ഇവിടുന്ന് പോകൂല. ഇതിനൊരു തീരുമാനമാക്കിയിട്ട് ഇവിടുന്ന് പോകില്ല. മെമ്പർ ആ ജാസി ഗിഫ്റ്റ് ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ. ആ ജാസി അല്ലേ അവൻ ഗിഫ്റ്റ് കൊണ്ടാൾ വെച്ചിട്ട് പോയല്ലോ. ഒരു കാര്യം ചെയ്യാം, ഇത് ഞാൻ കൊണ്ട് കൊടുക്കാം. ആ ജാസി തിരിച്ചു വന്ന് അത് എടുത്തോണ്ട് പൊക്കോളും. അത് അവിടെ വെച്ചാൽ മതി. കൊണ്ട് കൊടുക്കാം. ഇത് വെച്ചിട്ട് പോയത് ഞാൻ കൊണ്ടുവെക്കാം.
നാറണ് ഒരു കത്തണ്ട് പിടിച്ച് വേസ്റ്റ് ഇടാൻ വേറെ മാർഗമില്ലാത്തത് കൊണ്ടാണ് എന്നോട് ക്ഷമിക്കണമെന്ന് കേട്ടാ കൊണ്ട് തിന്ന്. വേണ്ട. പണ്ടൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കൊണ്ട് തരുമായിരുന്നു. ഇപ്പൊ ഗിഫ്റ്റിന്റെ രൂപത്തിലൊക്കെയാണ് വേസ്റ്റ് കൊണ്ടുവരുന്നത്. കഷ്ടം നോക്കി ഇതിവിടെ ക്ലീൻ ചെയ്തിട്ട് പോയാൽ മതി. ക്ലീൻ ചെയ്തിട്ട് പോയാൽ മതി. ഒരു കാര്യം ചെയ്യാം, പഞ്ചായത്ത് നാളെ വിളിക്കാന്ന്. എവിടുന്ന് പഞ്ചായത്ത് നാളെ വിളിക്കാന്ന്. എന്തിന്? ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടി. അതിന്റെ ആവശ്യമൊന്നുമില്ല. മെമ്പർ വാ, നമുക്ക് മൂന്നോർക്കും കൂടി ഇതിനെ ക്ലീൻ ചെയ്യാം. എന്നിട്ട് വണ്ടിയിൽ കയറ്റി അങ്ങ് വിടാം. എങ്ങനെ? വണ്ടിയിൽ കയറ്റി വിടാം. 3 പേർക്ക് ഞാനില്ല. നിങ്ങൾ വേണേ ക്ലീൻ ചെയ്യണം. എന്നെ കൊണ്ടൊന്നും പറ്റൂല. അഴുക്ക വേസ്റ്റ് ആണ്. അണുക്കളൊക്കെ ഇടും. കണ്ടിട്ട് തന്നെ ഛർദിക്കാൻ തോന്നുന്നു. ഇതിലൊക്കെ ചെന്ന് പോയി കഴിഞ്ഞാലേ വല്ല അസുഖങ്ങളും വരും. മെമ്പർ എന്തോന്ന് പറഞ്ഞു? അസുഖങ്ങൾ വരും. ഒരു കാര്യം ചെയ്യാം, കോർപ്പറേഷനിലെ ആൾക്കാരെ വിളിക്കാം, അവരൊന്ന് നിർത്തോണ്ട് പോട്ട്. എങ്ങനെ? ഈ കോർപ്പറേഷനിലെ ആൾക്കാരില്ലേ, അവരെ വിളിക്കാം, അവരൊക്കെ ഒന്ന് നിർത്തണമെങ്കിൽ പോട്ട്. ആ എന്താ മെമ്പറെ, അവര് മനുഷ്യരല്ലേ? അവർക്ക് ഈ പറഞ്ഞ അസുഖമൊന്നും വരൂല. അവരെ ഈ നാറ്റം പിടിച്ച വേസ്റ്റുകളൊക്കെ ഇങ്ങനെ പറക്കിക്കൊണ്ട് പോണോണ്ടാണ് നമ്മളെ നാട് ഇത്ര സൗന്ദര്യത്തിൽ കിടക്കുന്നത്. മനസ്സിലായോ? അവരെ ജോലിയില്ലേ? എന്താ അവരെ ജോലിയില്ലേ? അവരുടെ ജോലിയൊക്കെ ശരി തന്നെ, അതെനിക്കും അറിയാം. പക്ഷെ മെമ്പർ ഇപ്പൊ കാണിച്ച ഈ അറപ്പും വെറുപ്പും ഒക്കെ അവരും കാണിച്ചിരുന്നെങ്കിലേ ഒരൊറ്റ ദിവസം അവർ പണി മുടക്കിയാലേ നമ്മുടെ കേരളം ചീഞ്ഞ് നാറും. മനസ്സിലാക്കും. അവരുടെ വിയർപ്പാണ് നമ്മുടെ നാടിന്റെ ശുദ്ധി. അത് മെമ്പർ മറക്കരുത്. മെമ്പർ പറഞ്ഞത് ഒരാള് ഹീറോ ആവുന്നത് എപ്പോഴാണ്? ഒരാൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ആര് ചെയ്യുന്നു അയാളാണ് ഹീറോ. അങ്ങനെയാണെങ്കിൽ ഇവരല്ലേ ഹീറോ? അങ്ങനെയാണെങ്കിൽ അവരാണ് ഈ നാടിന്റെ സൂപ്പർ ഹീറോ.